പ്രണാമമീശസ്യ ശിരഫലം വിദു തദർച്ചനം പാണിഫലം ദിവൗഹസ മനഫലം തദ്ഗുണതത്വചിന്തനം വാചസ്തു ഗോവിന്ദ ഗുണസ്തവ ഫലം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ അശീതി തമോധ്യായഃ. ഇന്ന് 80-ാമത്തെ അധ്യായം കുചേലന്റെ ചരിതം ആണ് നമുക്കിനി 80, 81 അധ്യായങ്ങളിൽ ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് 80-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങൾ ചർച്ച ചെയ്യാം. കൃഷ്ണനും കൂട്ടുകാരനായ സുദാമാവും ഗുരുകുലത്തിൽ ഒന്നിച്ച് താമസിച്ചിരുന്നപ്പോൾ അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ഓരോരുത്തരെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോയി. അങ്ങനെ സുദാമാവും വിവാഹം കഴിച്ചു. ധാരാളം കുട്ടികളുണ്ടായി. അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായിരുന്നു, ഇന്ദ്രിയ ജയമുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷയാസക്തനല്ല. നിത്യവും യാചിച്ചു കിട്ടുന്ന ഭക്ഷണം കൊണ്ട് കുടുംബം പുലർത്തിപ്പോന്നിരുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ കുചേലൻ എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. ഒരു ദിവസം ദാരിദ്ര്യ നിമിത്തം ഭാര്യ കുചേലനോട് പറഞ്ഞു, അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന കൃഷ്ണൻ ഇപ്പൊ ദ്വാരകയിലെ രാജാവാണല്ലോ, അവിടെ ചെന്ന് കണ്ടാൽ എന്തെങ്കിലും നമുക്ക് സഹായം ചെയ്യും, അപ്പോൾ അങ്ങോട്ടൊന്ന് പോണമെന്ന് പറഞ്ഞു. അപ്പോൾ കുചേലൻ അത് ഇഷ്ടമായില്ല. കുചേലൻ പറഞ്ഞു, ഇല്ല, ഇനി ഞാനവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി. എന്നാൽ കൂട്ടുകാരനെ കാണുകയും ചെയ്യാമല്ലോ എന്നുള്ള വിചാരത്താൽ കുചേലൻ പോകാൻ സമ്മതിച്ചു. അപ്പോൾ ഭാര്യ മറ്റ് വീടുകളിൽ നിന്ന് യാചിച്ച് കിട്ടിയ കുറച്ച് അവൽപ്പൊതി ഒരു തുണിയിൽ കെട്ടി കുചേലന്റെ കയ്യിൽ കൊടുത്തു. ഇതും കൊണ്ട് കുചേലൻ ദ്വാരകയിലേക്ക് പോയി. ദ്വാരകയിലെത്തി. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ രുക്മിണിയുടെ കൊട്ടാരത്തിലായിരുന്നു. കുചേലനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ കൃഷ്ണൻ ഓടി വന്ന് കുചേലനെ ആലിംഗനം ചെയ്തു. സന്തോഷം കൊണ്ട് കണ്ണുനീർ ഒഴിച്ചു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. രാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ ശോതുമിച്ഛാമി ഹേ പ്രഭോ. പരീക്ഷിത്ത് ശ്രീശിവനോട് ചോദിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ബലരാമന്റെ വീരകൃത്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇനി ശ്രീകൃഷ്ണന്റെ ലീലകൾ കേൾക്കണമെന്ന് ആഗ്രഹത്താൽ ശ്രീശിവനോട് ചോദിക്കുകയാണ്. ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന. അല്ലയോ ഭഗവൻ, മുകുന്ദസ്യ മഹാത്മന വീര്യാണി അനന്തവീര്യസ്യ. അനന്തവീര്യസ്യ മഹാത്മന മുകുന്ദസ്യ അന്യാനി വീര്യാണി. അനന്തവീര്യമുള്ള അവസാനമില്ലാത്ത പരാക്രമത്തോടു കൂടിയ മഹാത്മന, മഹാത്മാവായിരിക്കുന്ന മുകുന്ദസ്യ, മുകുന്ദന്റെ അന്യാനി വീര്യാണി, അന്യങ്ങളായ വീര്യങ്ങൾ. കുറച്ച് വീര്യങ്ങളൊക്കെ പറഞ്ഞു. പരാക്രമ കൃഷ്ണന്റെ ശിശുപാലവധവും ദന്തവക്രോധം അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു. ഇനി ഉണ്ടല്ലോ, ഇനിയും കൃഷ്ണന്റെ വീരപരാക്രമങ്ങളെ ഭഗവാനായുള്ളവനെ താനി അവയെ ശോധും കേൾക്കാനായി കൊണ്ട് ഇച്ഛാമി, ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി കൃഷ്ണന്റെ ലീലകളെ പറ്റി അങ്ങ് കൂടുതലായിട്ട് എന്നോട് പറഞ്ഞു തരൂ എന്ന് പരീക്ഷിത്ത് ശ്രീശുകനോട് പറഞ്ഞു. രാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണി അനന്തവീര്യസ്യ ശോതുമിച്ഛാമി ഹേ പ്രഭോ. ശ്ലോകം 2. കോനോ ശുദ്ധ്വാ സഹൃത് ബ്രഹ്മൻ ഉത്തമ ശ്ലോക തത്കഥാഃ വിരമേത വിശേഷജ്ഞോ
വിഷണ്ണകാമമാർഗണൈഃ കഹ ന്യു ശുത്വാ അസകൃത് ബ്രഹ്മൻ ഉത്തമ ശ്ലോക സത്കഥാഃ വിരമേത വിശേഷജ്ഞഃ വിഷണ്ണഃ കാമമാർഗണൈഃ വിഷണ്ണഃ കാമമാർഗണൈഃ വിഷയങ്ങളുടെ അന്വേഷത്താൽ കാമന്റെ മാർഗണ ബാണങ്ങളാൽ വിഷാദത്തെ പ്രാപിച്ച വിശേഷജ്ഞ സാരജ്ഞനായ കഹ യാതൊരുവൻ ബ്രഹ്മൻ ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ ഉത്തമ ശ്ലോകന്റെ സത്യമായ കഥകളെ അസകൃത് പല പ്രാവശ്യം ശുദ്ധ്വ കേട്ടിട്ടും വിരമിക്കും. അപ്പൊ കൃഷ്ണന്റെ കഥകൾ എത്ര കേട്ടാലും മതി വരികയില്ല. വിഷാദിക്കുന്ന സാരജ്ഞനായ യാതൊരുവൻ അജ്ഞാന അന്ധകാരം നശിപ്പിച്ച് പരമസുഖം നൽകുന്ന ആ ഭഗവാന്റെ ആനന്ദ സ്വരൂപ കഥകൾ എത്ര പ്രാവശ്യം കേട്ടാലും മതി എന്ന് വിചാരിച്ച് മടങ്ങുകയില്ല. ഒരിക്കലും മതി വരികയില്ല. കൃഷ്ണകഥ നമ്മൾ എത്ര സപ്താഹം കേട്ടാലും വീണ്ടും വീണ്ടും സപ്താഹം കേൾക്കാൻ ചെന്നിരിക്കും. എല്ലായിടത്തും പറയുന്ന ഭാഗവതം തന്നെ കൃഷ്ണന്റെ കഥകളാണ്. പക്ഷെ എന്നാലും എത്ര കേട്ടാലും നവം പുതിയതെന്ന് നമുക്ക് തോന്നും. അതിനാൽ ആ കഥകൾ കേൾക്കാൻ ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പരീക്ഷിത്ത് ശ്രീശുകനോട് പറഞ്ഞു. കോന ശുദ്ധ്വാ സഹൃത് ബ്രഹ്മൻ ഉത്തമ ശ്ലോക സത്കഥാഃ വിരമേത വിശേഷജ്ഞോ വിഷണ്ണ കാമമാർഗണൈഃ. ശ്ലോകം 3. സാവാഗ്യാതസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തത്കർമ്മ കരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത്പുണ്യകഥാസകർണഃ. ഇനി ആ കൃഷ്ണ കഥകളുടെ മാഹാത്മ്യമാണ് ഇനി 2, 3, അതായത് 3ലും 4ലും പറയുന്നത്. ആ കൃഷ്ണ കഥകൾ കേട്ടാൽ എന്താണ്? സാ വാക് യാ തസ്യ ഗുണാൻ ഗൃണീയതേ. യാതൊന്നുകൊണ്ട് യയാ തസ്യ അവന്റെ ഗുണങ്ങളെ ഗൃണീയതേ കീർത്തിക്കുന്നുവോ. സാ വാക്ക് ഏതൊരു വാക്കുകൊണ്ട് ഭഗവാന്റെ കഥകളെ കീർത്തിക്കുന്നുവോ അതാണെന്ത് വാക്കെന്ന് പറയുന്നത്. ശരിയായ വാക്കെന്ന് പറയുന്നത് ഏതാണ്? ഭഗവാന്റെ കഥകൾ കീർത്തിക്കുന്ന വാക്കാണ്. നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം പാടാൻ. അപ്പൊ നാവെന്തിനാണ് തന്നത്? ഭഗവാന്റെ നാമം പാടാൻ. ഭഗവാന്റെ നാമം പാടാത്ത നാക്ക് തവളയുടെ നാക്കിന് തുല്യമാണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ വാക്ക് ഭഗവാന്റെ വാക്ക് പറയുന്ന വാക്കാണ് ശരിക്കുള്ള വാക്കെന്ന് പറയുന്നത്. ഇനിയോ കരൗ ച തത് കർമ്മ കരൗ മനശ്ച കരൗ തത് കർമ്മ കരൗ അവന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവ കരങ്ങളാണ്. കയ്യെന്തിനു തന്നോ ഭഗവാൻ നാരായണ പൂജകൾ ചെയ്യാൻ. അപ്പൊ കയ്യെന്തിനാണ് തന്നത്? നാരായണന്റെ പൂജകൾ ചെയ്യാനാണ്. അവന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് കരങ്ങൾ തന്നിരിക്കുന്നത്. പിന്നെ സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു സ്ഥിരങ്ങളിലും ജംഗമങ്ങളിലും വസന്തം വസിക്കുന്ന അവനെ, അതായത് എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്ന ഭഗവാനെ സ്മരിക്കുമോ മനഹാച്ച അതാണ് മനസ്സ്. ഭഗവാനെ സ്മരിക്കുന്നതാണ് മനസ്സെന്ന് പറയുന്നത്. ഭഗവാനെ സ്മരിക്കാത്തത് മനസ്സെന്നതിന് പറയാൻ പേര് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പൊ മനസ്സാണെങ്കിൽ എന്തു വേണം? ഭഗവാന്റെ സ്മരണ എപ്പോഴും ഉണ്ടായിരിക്കണം. തത് പുണ്യകഥ അവന്റെ പുണ്യകഥകളെ ശൃണോതി കേൾക്കുന്നതാണ് സഹ തത് കർണഃ കാതെന്ന് പറയുന്നത്. കാതെന്തിനു തന്നു ഭഗവാൻ നാരായണ ഗീതം കേൾക്കാൻ. കാതെന്തിനാണ് തന്നത്? നാരായണന്റെ ഗീതം കേൾക്കാനാണ്. അല്ലാതെ ആളുകളുടെ കുറ്റങ്ങള് കുറവും പറയാനും കേൾക്കാനും ഒന്നും അല്ല കാത്. ആളുകളുടെ കുറ്റം പറയാനും
കാത് കുറ്റം കേൾക്കാനും ഉള്ളതല്ല. അപ്പൊ ഭഗവാന്റെ കഥകൾ പറയാനും കാത് ഭഗവാന്റെ കഥകൾ കേൾക്കാനും വേണ്ടിയാണ്. പുണ്യകഥകളെ ശൃണോതി, കേൾക്കുന്ന സഹ, അതാണ് ശ്രോത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വാക്കുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങൾ പറയുന്നുവോ അതാണ് യഥാർത്ഥത്തിലുള്ള വാക്ക്. ഏതൊരു കൈകൾ കൊണ്ട് ഭഗവാന്റെ പൂജകൾ ചെയ്യുന്നുവോ അതാണ് യഥാർത്ഥ കൈ എന്ന് പറയുന്നത്. ഇനി എല്ലാത്തിലും വസിക്കുന്ന ഭഗവാന്റെ അന്തര്യാമിയായി വസിക്കുന്ന ഭഗവാനെ യാതൊരു മനസ്സിൽ ചിന്തിക്കുന്നുവോ അതാണ് മനസ്സെന്ന് പറയുന്നത്. ഏതൊരു കാതാണോ ഭഗവാന്റെ പുണ്യകഥകൾ കേൾക്കുന്നത് അതാണ് കാത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നളകുപുര മണിഗ്രീവന്മാരുടെ സ്തുതി. വാണി ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർണ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിം സദാ ദർശനേസ്തു ഭവത്തനൂനാം. വാണി ഗുണാനുകഥനേ, വാക്കുകൾ എന്തിനാണ്? അങ്ങയുടെ ഗുണങ്ങൾ കീർത്തിക്കാനാണ്. ശ്രവണവും കഥായാം, കാതെന്തിനാണ്? അങ്ങയുടെ കഥ കേൾക്കാനാണ്. ഹസ്തൗച കർമ്മസു, കർമ്മങ്ങൾ ഭഗവാന് ദാസ്യം ചെയ്യാനാണ് കൈകൾ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ പൂജകൾ ചെയ്യാൻ. മനസ്തവ പാദയോ, മനസ്സോ ഭഗവാന്റെ പാദകമലങ്ങളെ ചിന്തിക്കുന്നതിന്, സ്മൃത്യാം സ്മരിക്കുന്നതിന്. ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ, ശിരസ് എന്തിനാണ്? ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നതിന്, അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരെ നമസ്കരിക്കുന്നതിന്. ദൃഷ്ടി സദാം ദർശനേസ്തു, ദൃഷ്ടിയാണെങ്കിലോ കണ്ണെന്തിനാണ്? കണ്ണെന്തിനു തന്നു ഭഗവാൻ? നാരായണ രൂപം കാണാനാണ് തന്നിരിക്കുന്നത്. ഭവത്തനൂനാം, ഭഗവാന്റെ ആ രൂപം കാണാൻ. വാണി ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിം സദാ ദർശനോസ്തു ഭവത്തനൂനാം. അതുപോലെ മുകുന്ദമാലയില് പറയും, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രാർത്ഥന. പ്രണാമീശ്വരസ്യ ശിരംഫലം വിദോ സ്തദർച്ചനം പാണിഫലം ദിവൗഹസ മനഃഫലം തദ്ഗുണതത്വചിന്തനം വാചസ്തു ഗോവിന്ദ ഗുണസ്തവ ഫലം. ഇപ്പൊ പ്രണാമം ഈശ്വരസ്യ ശിരാഫലം, ശിരസിന്റെ ഫലം എന്താണ്? ഈശ്വരന്റെ മുമ്പിൽ പ്രണാമം ചെയ്യാനാണ്. അപ്പോ മാത്രമേ ശിരസിന് സാഫല്യം കിട്ടുകയുള്ളൂ. ത്വദർച്ചന പാണിഫലം, കൈകൾ എന്തിനാണ്? ഭഗവാനെ അർച്ചനം ചെയ്യാനാണ്. അപ്പോഴേ അതിന് ഫലമുള്ളൂ. മനസ്സിന്റെ ഫലമോ തദ്ഗുണ തത്വചിന്തനം, ഭഗവാന്റെ ഗുണങ്ങളെപ്പറ്റി തത്വചിന്തനം ചെയ്യാൻ. വാചസ്തു ഗോവിന്ദ ഗുണ, വാക്കുകളോ ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തിക്കാനാണ്. എങ്കിലേ വാക്കിനും മനസ്സിനും കൈക്കും എല്ലാം ഫലമുണ്ടാവുകയുള്ളൂ. മനുഷ്യജന്മം സഫലമാകണമെങ്കിൽ വാക്കുകൾ കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും ചെവി കൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുകയും കൈകൊണ്ട് ഭഗവാന്റെ അർച്ചനം ചെയ്യുകയും കണ്ണുകൊണ്ട് ഭഗവാനെ ദർശിക്കുകയും ശിരസ്സുകൊണ്ട് ഭഗവാനെ നമിക്കുകയും ചെയ്യണം. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സവാഖ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തത്കർമ്മ കരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത്പുണ്യകഥാസകർണകാം. ശ്ലോകം 4. ശിരസ്തു തസ്യോ ഉഭയലിംഗമാനമേത് തദേവ തത്പശ്യതി തത്ഹി ചക്ഷു അംഗാനി വിഷ്ണോരത തജ്ജനാനാം പാദോദഗമ്യാനി ഭജന്തി നിത്യം. ശിരഃ തു തസ്യ ഉഭയലിംഗം ആനമേ, യാതൊന്ന് തസ്യ അവന്റെ ഉഭയലിംഗം രണ്ടുവിധ സ്വരൂപത്തെ, അതായത് ഭഗവാന്റെ സ്ഥിരങ്ങളും ചരങ്ങളുമായിരിക്കുന്ന വിഗ്രഹങ്ങളെ, അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിമാരൂപങ്ങളായ മൂർത്തികളെയും എങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനികളാകുന്ന ജംഗമമൂർത്തികളെയും, അതാണ് രണ്ടു വിധത്തിലുള്ള സ്വരൂപം എന്ന് പറയുന്നത്. ഭഗവത് ഭക്തന്മാരും ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. പിന്നെ ഇതുപോലുള്ള ഭഗവാന്റെ വിഗ്രഹങ്ങൾ, ഇത് രണ്ടും ആനമേൽ, ആര് അതിനെ നമിക്കുന്നുവോ നമസ്കരിക്കുന്നുവോ
തത്വം, അത് തന്നെയാണ് ശിരസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ നമസ്കരിക്കുന്നത്, അതാണ് ഭഗവാന്റെ രൂപങ്ങളെയും സ്ഥിരമായ രൂപങ്ങളെയും ചരങ്ങളായിരിക്കുന്ന വിഗ്രഹങ്ങളെയും, അതായത് ജ്ഞാനികളാകുന്ന ജംഗമമൂർത്തികളെയും ആര് നമസ്കരിക്കുന്നുവോ, ഏത് ശിരസ് കൊണ്ട് നമസ്കരിക്കുന്നുവോ അതാണ് ശിരസ്. നേരത്തെ പറഞ്ഞതിന്റെ കുറച്ചുകൂടെ വിവരിച്ച് പറയുകയാണ്. തദേവ തത് പശ്യതി തത്ഹി ചക്ഷുഹു. അപ്പൊ തത് ഏവ, അത് തന്നെ, ആ രണ്ടുവിധ സ്വരൂപത്തെ തന്നെ പശ്യതി കാണുന്നുവോ, തത്ഹി ചക്ഷുഹു, അതാണ് ചക്ഷു എന്ന് പറയുന്നത്, കണ്ണെന്ന് പറയുന്നത്. ഭഗവാന്റെ രൂപങ്ങളെയും ഭഗവത് ഭക്തന്മാരെയും അല്ലെങ്കിൽ ജ്ഞാനികളെയും കാണുന്ന കണ്ണാണ് കണ്ണ്. അങ്കാനി വിഷ്ണോറത തജ്ജനാനാം. അതാ പിന്നെ വിഷ്ണോഹോ തജ്ജനാനാം, അവന്റെ ജനങ്ങളുടെയും പാദോദകത്തെ, അതായത് ഭഗവത് ഭക്തന്മാരുടെ കാല് കഴുകിയ വെള്ളത്തെ നിത്യം എപ്പോഴും യാതൊന്നുകൾ ഭജിക്കുന്നുവോ താനി അവ അങ്കാനി, അതാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ഭഗവാന്റെ പാദത്തിൽ നിന്ന് ജനിച്ച ഗംഗ മുതലായ പുണ്യ നദികളെയും ഭഗവത് ഭക്തന്മാരുടെ കാൽ കഴുകിയ ജലത്തെയും ഏത് അവയവം കൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നുവോ അത് തന്നെയാണ് അവയവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സകല ഇന്ദ്രിയങ്ങളെയും ഭഗവത് കാര്യത്തിനായി സമർപ്പിക്കാഞ്ഞാൽ അവ കൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് പറയുകയാണ്. ഭഗവാൻ നൽകിയിരിക്കുന്ന കരചരണാദി അവയവങ്ങൾ ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ സായുജ്യം പ്രാപിക്കണം. അപ്പൊ കണ്ണ് ഭഗവാന്റെ രൂപം കാണാനും, കണ്ണെന്തിനു തന്നു ഭഗവാൻ, അപ്പൊ കണ്ണെന്തിനാണ്? ഭഗവാന്റെ രൂപം കാണാൻ. കാതെന്തിനു തന്നു? ഭഗവാന്റെ കഥകൾ കേൾക്കാൻ. നാവെന്തിനു തന്നു? ഭഗവാന്റെ ഗീതം പാടാൻ. കൈയെന്തിനു തന്നു? ഭഗവാന്റെ അർച്ചന ചെയ്യാൻ. കാലെന്തിനു തന്നു? ഭഗവാന്റെ സവിധത്തിൽ ചെല്ലാൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശിരസ്തു തസ്യോപയ ലിംഗമാനമേ തദേവ തത് പശ്യതി തത്ഹി ചക്ഷു അംഗാനി വിഷ്ണോരത തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. ശ്ലോകം 5. സൂത ഉവാചാം വിഷ്ണുരാധേ സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്നാ ഹൃദയോ അബ്രവീൻ. വിഷ്ണുരാധേന സംപൃഷ്ട. വിഷ്ണുരാധൻ ആരാണ്? വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ പരീക്ഷിത്ത്. പരീക്ഷത്തിനാൽ സംപൃഷ്ട, നല്ലവണ്ണം ചോദിക്കപ്പെട്ട ഭഗവാൻ, ജ്ഞാനാദിപൂർണനായ ബാദരായണി. ബാദരായണി ശ്രീശുകൻ. ശ്രീശുകൻ ഭഗവതി ഭഗവാനായ വാസുദേവേ കൃഷ്ണനിൽ നിമഗ്ന ഹൃദയ, മുങ്ങിയ മനസ്സോടു കൂടിയവനായി അബ്രവീ പറഞ്ഞു. അപ്പൊ ഭഗവാനെ നമിക്കാത്ത ശിരസ്സല്ല, ഇതെല്ലാം ഇതാര് പറഞ്ഞതാണ്? പരീക്ഷിത്ത് പറഞ്ഞപ്പോൾ ശ്രീശുകൻ ആ ഭഗവാനിൽ തന്നെ അങ്ങ് ലയിച്ചു പോയി എന്ന് സൂതൻ പറയുകയാണ്. കൃഷ്ണനിൽ ലയിച്ചുകൊണ്ട് ശ്രീശുകൻ ഇപ്രകാരം പറഞ്ഞു. സൂതവാച, സൂത ശൗനക സംവാദമാണല്ലോ ഭാഗവതം. പിന്നെ സൂതൻ പറയുന്നത് ആരിപ്പം പറഞ്ഞു കൊടുക്കുന്നതാണ്? ശ്രീശുകൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന പല സംവാദങ്ങളായിട്ടാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. സൂതവാച വിഷ്ണുരാധേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോ ബ്രവീൻ. ശ്ലോകം 6. ശ്രീശുവാച കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ശ്രീശുഖം പറയാണ്, കൃഷ്ണന്റെ കഥ പറയാണ്, കുചേലന്റെ കഥ പറയാണ്. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത്. കൃഷ്ണന് കശ്ചിത് ബ്രാഹ്മണ, ഒരു ബ്രാഹ്മണൻ കൃഷ്ണസ്യ സഖ ആസീത്, കൃഷ്ണന്റെ സഖാവായിട്ട് പണ്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതാണ് ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്ത ആത്മാ ജിതേന്ദ്രിയ. അപ്പോൾ ആ ബ്രാഹ്മണൻ, ആ സഖാവ് കൃഷ്ണന്റെ സഖാവിന്റെ ഗുണഗണങ്ങളാണ് പറയുന്നത്. ഇന്ദ്രിയാർത്ഥേഷു വിരക്ത, ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തനും, പ്രശാന്താത്മന ഏറ്റവും ശാന്ത മനസ്സോടു കൂടിയവനും, ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, മനസ്സും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, ബ്രഹ്മവിത്തമ ബ്രഹ്മത്തെ അറിഞ്ഞവരിൽ ഉത്തമനുമായ കശ്ചിത് ബ്രാഹ്മണ, ഒരു ബ്രാഹ്മണൻ കൃഷ്ണസ്യ സഖ ആസീത്, കൃഷ്ണന് കൂട്ടുകാരനായി ഉണ്ടായിരുന്നു. ശ്രീശുവാച കൃഷ്ണസ്യാസീത് സഖ കശ്ചിത്
ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. ശ്ലോകം 7. യദർച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധ. യദർച്ഛയ ഉപപന്നേന, യദർച്ഛയ പ്രയത്നം കൂടാതെ, ഉപപന്നേന സമീപത്ത് സിദ്ധിച്ചതിനാൽ, വർത്തമാനഃ ദിവസവൃത്തി കഴിക്കുന്ന ബ്രാഹ്മണൻ എങ്ങനെയാണ് ദിവസവൃത്തി കഴിച്ചിരുന്നത്? ഗൃഹാശ്രമി ഗൃഹസ്ഥനായിരുന്ന കുചൈലസ്യ കീറി പറഞ്ഞ തുണികളാണ് ഉടുത്തിരുന്നത്. തസ്യ അവന്റെ ക്ഷുക്ഷാമ വിശപ്പ്, ക്ഷുക്ഷാമായ ഭാര്യ, അതായത് ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിരുന്ന, വിശപ്പ് സഹിച്ചുകൊണ്ട് തന്നെ ഭാര്യയും തഥാവിധ അപ്രകാരം ഉള്ളവൾ തന്നെയായിരുന്നു. അപ്പോൾ ഭാര്യയും പരാതിയൊന്നും പറയൂല. എതിർച്ചയായി എന്തെങ്കിലും യാചിച്ച് കിട്ടുന്നത് കൊണ്ട് അവരങ്ങനെ ജീവിതവൃത്തി കഴിച്ചു കൊണ്ടുവന്നിരുന്നു. കുചേലനാണെങ്കിലോ ബ്രഹ്മവിത്തമനാണ്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്. അപ്പൊ വിഷയങ്ങളിലൊന്നും ആസക്തി ഇല്ലാത്തവനായിരുന്നു. അപ്പൊ ഭാര്യയും ഏകദേശം അത്ര വരുമില്ലെങ്കിലും ഭാര്യയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൾ ആയിരുന്നു. കിട്ടുന്നതിൽ സംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. യദർച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാം. ശ്ലോകം 8. പതിവ്രത പതിം പ്രാഹ മ്ലായതാവദനേന സാം. ദരിദ്രാസീതമാനാസ വേവമാനാഭിഗമ്യജ. അപ്പൊ നേരത്തെ അതിൽ പറഞ്ഞു ക്ഷുത്ക്ഷാമ എന്ന് പറഞ്ഞു. വിശപ്പ് കൊണ്ട് ക്ഷാമം, ചടച്ചവൾ, വിശപ്പ് കൊണ്ട് മെലിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൾ ക്ഷുത്ക്ഷാമ എന്ന് എല്ലാവരും പേരും ഇട്ടുകൊടുത്തു. അങ്ങനെ അവൾ പതിവ്രതയാണ്. പതിംപ്രാഹ, പതിവ്രതയായ അവൾ ഒരു ദിവസം പതിയോട്, ഭർത്താവിനോട് പറഞ്ഞു, മ്ലായതാ വദനേന സാ അവൾ മ്ലായതാ വദനേന വാടിയ മുഖത്തോടുകൂടി അഭിഗമ്യ ഭർത്താവിനെ പ്രാപിച്ചിട്ട് പറഞ്ഞു, ദരിദ്ര ഒന്നുമില്ലാത്തവളും, വേപമാന അംഗങ്ങൾ വിറച്ചുകൊണ്ടിരിക്കുന്നവളും, സീതമാന തളർന്നവളും, പതിവ്രത ഭർത്തൃ ശുശ്രൂഷയിൽ തൽപരയുമായ അവൾ മ്ലായത വാടിയ വദനേന മുഖത്തോടുകൂടി അഭിഗമ്യ നമസ്കരിച്ചിട്ട് പതിയോട് പ്രാഹ പറഞ്ഞു. അപ്പോ ഭർത്താവിനും മക്കൾക്ക് ഒന്നും കൊടുക്കാൻ അധികം ആഹാരമില്ലാത്തതുകൊണ്ട് അവർക്ക് വിഷമമാണ്. എന്നാലും വലുതായിട്ട് പരാതി പറയൂല. എങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ അവള് വിശപ്പ് കൊണ്ട് വിറച്ച് തളർന്നുപോയി. എന്നിട്ട് ഭർത്താവിനെ നമസ്കരിച്ച് ഇങ്ങനെ പറഞ്ഞു, പതിവ്രത പതിംപ്രാഹ മ്ലായതാവദനേന സാ ദരിദ്രാസീതമാനാസ വേപമാനാഭിഗമ്യസ. ശ്ലോകം 9. നനു ബ്രഹ്മൻ ഭഗവത സഹാ സാക്ഷാത് ശ്രിയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശവ. നനു ബ്രഹ്മൻ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളവനെ ഭഗവത ഭഗവാനായ തവ അങ്ങയുടെ സഖ കൂട്ടുകാരൻ സാക്ഷാത് ശ്രിയഃ പതിഹി സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണല്ലോ. ബ്രഹ്മണ്യഃ ബ്രാഹ്മണഭക്തനും ശരണ്യഃ ശരണാർഹനും ഭഗവാൻ ഐശ്വര്യപൂർണനും സാത്വദർശവ ഭക്തന്മാരുടെ പാലകനുമാണ് അദ്ദേഹം. അപ്പോ ഞാൻ ഐശ്വര്യം മുതലായ 6 ഗുണങ്ങൾ തികഞ്ഞവനാണ്, ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നവനാണ്, ആണല്ലോ അങ്ങയുടെ കൂട്ടുകാരൻ. നനു ബ്രഹ്മ ഭഗവത സഹാ സാക്ഷാത് ശ്രീയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശവ. ശ്ലോകം 10. തമ്മുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതതേ തേ കുടുംബിനെ. തം ഉപൈഹി മഹാഭാഗ സാധൂനാം
ച പരായണം, സാധൂനാം പരായണം, സാധുക്കളുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന തം അവനെ ഉപൈഹി പ്രാപിച്ചാലും. അപ്പൊ സാധുക്കളോട് കരുണയുള്ളവനാണ് അങ്ങയുടെ ആ കൂട്ടുകാരൻ, അതുകൊണ്ട് അവനെ പ്രാപിച്ചാലും. മഹാഭാഗ തേ ഭാഗ്യശാലിൻ, സീതതെ തളർന്നവനും കുടുംബിനെ കുടുംബിയുമായ തേ അങ്ങയ്ക്കായിക്കൊണ്ട് ഭൂരിദ്രവണം അധികം ധനം ദാസ്യതി നൽകും. അങ്ങയുടെ കൂട്ടുകാരനല്ലേ, അങ്ങയുടെ ദാരിദ്ര്യം കാണുമ്പോൾ അങ്ങക്ക് ധാരാളം ധനം അദ്ദേഹം തരും. അതുകൊണ്ട് കൂട്ടുകാരനെ ഒന്ന് ചെന്ന് കാണുക. തമ്മുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതതേ കുടുംബിനെ. ശ്ലോകം 11. ആസ്തേ അധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്തകേശ്വര സ്മരദാപാദകമലം ആത്മാനം അഭിയച്ഛതി കിംന്വ അർത്ഥകാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരുഃ. ആസ്തേ അധുനാ ദ്വാരവത്യ ഭോജ വൃഷ്ണി അന്തക ഈശ്വര. ഭോജ വൃഷ്ണി അന്തക ഈശ്വര, ഭോജന്മാർ, വൃഷ്ണികൾ, അന്തകന്മാർ, ഇവിടെ നാഥനാണിപ്പോൾ അദ്ദേഹം, നിങ്ങളുടെ കൂട്ടുകാരൻ. അതിനാ ഇപ്പോൾ ദ്വാരവത്യാം, ദ്വാരകയിൽ ആസ്തേ, ഇപ്പോൾ ദ്വാരകയിലാണ് വസിക്കുന്നത്. പാദകമലം, അദ്ദേഹത്തിന്റെ പാദകമലത്തെ സ്മരത, സ്മരിച്ചുകൊണ്ട്, ഭജത, ഭജിക്കുന്നവനായിക്കൊണ്ട്, ജഗദ്ഗുരു, ജഗത്തിന്റെ ഗുരുവായ ഭഗവാൻ, ആത്മാനമപി, ആത്മാവിനെയും യച്ഛതി, ദാനം ചെയ്യുന്നു. അദ്ദേഹത്തിനെ ഭജിക്കുന്നവർക്ക് അദ്ദേഹം എല്ലാം നൽകും, അദ്ദേഹം ആത്മാവിനെ പോലും നൽകും. യാത്യഭീഷ്ടാൻ, അത്യന്ത അഭീഷ്ടങ്ങളല്ലാത്ത അർത്ഥകാമാൻ, അർത്ഥകാമങ്ങളെ കിംനു, പിന്നെ പറയണോ? അപ്പൊ അദ്ദേഹം എന്ത് വേണമെങ്കിലും തരും, ആത്മാവിനെ പോലും തരും. പിന്നെ നമ്മൾ ചോദിക്കുന്ന അർത്ഥകാമങ്ങളെ, അല്പധനവും ആഗ്രഹങ്ങളെ അദ്ദേഹം തരാതിരിക്കുമോ? അതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തെ ചെന്ന് കാണുക. അപ്പൊ അദ്ദേഹം ഗുരുരൂപേണ ആത്മജ്ഞാനം നൽകി നിരവധി ആളുകളുടെ സങ്കടങ്ങൾ നിശേഷം നശിപ്പിച്ച് പരമാനന്ദ സ്വരൂപികളാക്കി മാറ്റുന്നു. അതായത് മോക്ഷപ്രദനാണ് ഭഗവാൻ. നമ്മളിപ്പോ കുറച്ച് അർത്ഥമല്ലേ ചോദിക്കുന്നുള്ളൂ, കുറച്ച് ധനമല്ലേ ചോദിക്കുന്നുള്ളൂ. ആസ്തേതുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്തകേശ്വര സ്മരതപാദകമലം ആത്മാനം അഭിയച്ഛതി കിംനു അർത്ഥകാമാൻ ഭജതേ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരും. ശ്ലോകം 12. 12ഉം 13ഉം കൂടെ വായിക്കാം. സ ഏവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോകദർശനം ഇത് സഞ്ചിന്യ മനസാ ഗമനായ മതിം ദധേ അപ്യസ്തി ഉപായനം കിഞ്ചിത് ഗൃഹേ കല്യാണി ദീയതാം. സഹ ഏവം ഭാര്യയാ വിപ്രഹ ബഹുശഃ പ്രാർത്ഥിതഃ മൃദു. ഭാര്യയാ ഏവം, ഇപ്രകാരം ബഹുശഃ മൃദു പ്രാർത്ഥിതഃ, ഇപ്രകാരം കുറേ പ്രാവശ്യം മൃദുവാവണ്ണം വളരെ സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കപ്പെട്ട. ഇപ്പൊ പല പ്രാവശ്യം ഭാര്യ ഇങ്ങനെ പറയും, നമുക്ക് ഈ ദാരിദ്ര്യമാണല്ലോ, നിങ്ങളൊന്ന് കൂട്ടുകാരനെ ചെന്ന് കാണൂ എന്ന് എപ്പോഴും പറയും. അങ്ങനെ പറഞ്ഞു സഹവിപ്ര, ആ ബ്രാഹ്മണൻ ഉത്തമ ശ്ലോക ദർശനം, അവിദ്യാന്ധകാരത്തെ നശിപ്പിക്കുന്നവന്റെ ഉത്തമ ശ്ലോകന്റെ ദർശനം, ഭഗവാന്റെ ദർശനം, അയം ഇത് പരമഹ ഏറ്റവും ശ്രേഷ്ഠമായ ലാഭഹാഹി ലാഭമല്ലേ എന്ന് ചിന്തിച്ചു. അപ്പൊ ആ ഉത്തമ ശ്ലോകന്റെ ദർശനം തന്റെ ആ കൂട്ടുകാരനെ എത്രയേ കാലമായി ഗുരുകുല വിദ്യാഭ്യാസത്ത് കണ്ടതല്ലേ, അപ്പൊ അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ ആ ഭഗവാന്റെ ദർശനവും ഒന്ന് കിട്ടാമല്ലോ എന്ന് ബ്രാഹ്മണനും ചിന്തിച്ചു. ഇത് സഞ്ചിന്യ മനസ്സ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് 13ാമത്തത് ഗമിക്കാനായിക്കൊണ്ട് പോകാനായിക്കൊണ്ട് മതി ബുദ്ധിയെ ദത്തത്തെ ഉറപ്പിച്ചു. എന്തായാലും ഇനി പോയിട്ട് തന്നെ അടുത്ത കാര്യം, ഭാര്യ കുറെ പ്രാവശ്യം കൊണ്ട് പറയേയില്ലേ എന്ന് നിശ്ചയിച്ചു. കല്യാണി ശോഭനെ ഗൃഹത്തിൽ കിഞ്ചിത് ഉപായനം അഭ്യസ്തി, എന്തെങ്കിലും കാഴ്ചദ്രവ്യം, ഒരു കൂട്ടുകാരനെ കാണാൻ പോവുകയല്ലേ, കുറെ കാലമായില്ലേ കണ്ടിട്ട്, എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ ഇവിടെ? ദീയതാം തരിക, ഇത് ഉപാച, എന്തെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് തരിക, കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും തരിക. സഹേവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം ഇത് സഞ്ചിന്യ മനസാ
ഗമനായ മതിം ദധേ അപ്യസ്തി ഉപായനം കിഞ്ചേത് ഗൃഹേ കല്യാണി ദീയതാം. ശ്ലോകം 14. യാജിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാതുപായനം. യാജയിത്വാ ചതുരഃ മുഷ്ടീൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ. പൃഥുക തണ്ടുലാൻ എന്ന് വെച്ചാൽ അവില്. വിപ്രാൻ ബ്രാഹ്മണരോട് ചതുരഹ മുഷ്ടി 4 പിടി പൃഥുക തണ്ടുലാൻ അവിലരിയെ യാചിത്വ അവലിനെ യാചിച്ച് വാങ്ങിച്ചിട്ട് ചൈലകണ്ഠേന ഒരു വസ്ത്രത്തിന്റെ ഒരു കീറിയ ഭാഗം കൊണ്ട് താൻ അവയെ ബന്ധിച്ചിട്ട് ഉപായനം കാഴ്ചദ്രവ്യത്തെ ഭർത്താവിനായിക്കൊണ്ട് പ്രാതാത് കൊടുത്തു. ഉടനെ തന്നെ ഭാര്യ എന്ത് ചെയ്തു? എന്ത് കൊടുക്കാൻ, ഇവിടെ സാധനമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? മറ്റുള്ള വീടുകളിൽ ചെന്ന് യാചിച്ചു. അപ്പം 4 പിടി അവൾ തന്നെ കിട്ടി. അതിനെന്ത് ചെയ്തു? ഒരു പഴയ വസ്ത്രത്തിൽ കെട്ടി. എന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു. ഇത് കാഴ്ച ദ്രവ്യമായിട്ട് കൊടുത്താൽ മതി, ഭഗവാന് സമർപ്പിക്കാൻ. യാചിക്കുമ്പോൾ ശ്രേഷ്ഠ പദാർത്ഥം തന്നെ ലഭിക്കും. അപ്പോൾ യാചിച്ചപ്പോൾ അവല് തന്നെ കിട്ടി. അപ്പം അതുകൊണ്ട് ആ അവലിനെ ഒരു തുണിയിൽ കെട്ടിയിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു. യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ ചൈലകണ്ഠേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാതുപായനം. ശ്ലോകം 15. സതാനാദായ വിപ്രാഗ്ര പ്രയയോ ദ്വാരകാം കില കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാദ് ഇതി ചിന്തയൻ. സഹ താൻ ആദായ വിപ്രാഗ്രഹ. സഹ വിപ്രാഗ്രഹ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ താൻ ആദായ അത് വാങ്ങിയിട്ട്, ആ അവൽ പൊതി വാങ്ങിയിട്ട്, മഹ്യം കൃഷ്ണ സന്ദർശനം എനിക്ക് കൃഷ്ണന്റെ ദർശനം കഥം സ്യാദ് എങ്ങനെ ഭവിക്കും? കൃഷ്ണന്റെ ദർശനം കിട്ടുമോ എന്തോ? അവിടെ പോയാൽ കൃഷ്ണൻ എന്നെ അറിയുമോ? കുറെ കാലമായില്ലേ കണ്ടിട്ട്. ഇപ്പൊ കൃഷ്ണൻ ഇപ്പൊ വലിയ നിലയിലാണ്. ഞാനാണെങ്കിലും ഇപ്പൊ പാവപ്പെട്ട ഒരു ബ്രാഹ്മണൻ, എല്ലും തോലുമായിട്ട് ഒരു ബ്രാഹ്മണൻ. അപ്പൊ അവിടെ ചെന്നാൽ എങ്ങനെയാണ് കൃഷ്ണൻ എന്നെ കാണുമോ? എനിക്ക് കൃഷ്ണന്റെ ദർശനം കിട്ടുമോ? കഥം സ്യാദ് എങ്ങനെ സംഭവിക്കും? ഇത് ചിന്തയൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ദ്വാരകയെ പ്രയോഗിക്കില്ല, ദ്വാരകയെ പ്രാപിച്ചു. സതാനാദായ വിപ്രാഗ്ര പ്രയോ ദ്വാരകാം കില കൃഷ്ണ സന്ദർശനം മഹ്യ കഥം സ്യാദിതി ചിന്തയൻ. ശ്ലോകം 16. ത്രീണി ഗുൽമാന്യാദീയായ തിസ്ര കക്ഷാച്ഛ സദ്വിജ വിപ്രോ അഗമ്യാന്ധക വൃഷ്ണീനാം ഗൃഹേഷച്യുത ധർമ്മിണാം. ത്രീണി ഗുൽമാനി അതീയായ തിസ്ര കക്ഷാഹ ച സദ്വിജഃ ബ്രാഹ്മണരോടുകൂടിയ വിപ്ര ബ്രാഹ്മണൻ. അതായത് കുചേലന് ദ്വാരകയിൽ ചെന്നപ്പോഴോ അവിടെ ഓരോയിടത്തും കാവൽക്കാരുണ്ട്. അപ്പൊ ബ്രാഹ്മണരുടെ സഹായത്തോടുകൂടി ത്രീണി ഗുൽമാനി 3 രക്ഷാ സൈന്യസ്ഥാനങ്ങൾ. ഇപ്പൊ പട്ടണങ്ങളിൽ കടക്കുമ്പോൾ അന്യർ കടക്കാതിരിക്കാൻ വേണ്ടി ഓരോയിടത്തും എന്ത് ചെയ്യും? സൈന്യങ്ങളെ നിർത്തിയിട്ടുണ്ട്. ശത്രുക്കൾ അകത്തോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി സൈന്യങ്ങളെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 3 ത്രീണി ഗുൽമാനി 3 സൈന്യ രക്ഷാസ്ഥാനങ്ങളെയും തിസ്ര കക്ഷാഹ 3 വീഥികളെയും അതിക്രമിച്ചിട്ട്, അപ്പൊ മറ്റുള്ളവരുടെ സഹായത്താല്, മറ്റു ബ്രാഹ്മണരുടെ സഹായത്താല് ഈ സൈന്യങ്ങൾ സൂക്ഷിക്കുന്ന ആ സ്ഥലങ്ങളെല്ലാം പിന്നിട്ട് അച്യുതധർമ്മിണം അച്യുതനായ ഭഗവാനെ ആരാധിച്ചിരുന്ന അഗമ്യ അന്തകവൃഷ്ണീന അഗമ്യന്മാരായ അന്തകവൃഷ്ണിമാരുടെ ഗൃഹേഷു ഗൃഹങ്ങളുടെ മധ്യത്തിൽ പ്രവേശിച്ചു. അതായത് വൃഷ്ണികൾ എല്ലാം താമസിക്കുന്ന സ്ഥലത്ത് എത്തി. എല്ലാ ഗൃഹങ്ങളിലും ശ്രീകൃഷ്ണ ആരാധന ഉണ്ട്. അപ്പോ സാമാന്യ ആളുകൾക്ക് അവിടെ പ്രവേശിക്കാൻ പ്രയാസമാണ്. എല്ലായിടത്തും രക്ഷയ്ക്ക് വേണ്ടി സൈന്യങ്ങളെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ എല്ലാം കടന്ന് കുചേലൻ ധാരാളം ഗൃഹങ്ങളുള്ള സ്ഥലത്ത് എത്തി. ത്രീണി
ഗുൽമാന്യതീയായ തിസ്രകക്ഷാശ്ച സദ്ദിജാം വിപ്രോ അഗമ്യ അന്ധകവൃഷ്ണീനാം ഗൃഹേഷു അച്യുത ധർമ്മിണാം. ശ്ലോകം 17. ഗൃഹം ദ്വഷ്ടസഹസ്രാണാം മഹിഷീണാം ഹരേർദ്വിജ വിവേശൈകതമം ശ്രീമദ് ബ്രഹ്മാനന്ദം ഗതോ യഥാ. ഗൃഹം ദ്വിഅഷ്ടസഹസ്രാണാം അതാണ് ദ്വഷ്ട മഹിഷീണാം ഹരേർദ്വിജ വിവേശ ഏകതമം ശ്രീമദ് ബ്രഹ്മാനന്ദം ഗതഃ യഥ. ഹരേഹേ ഹരിയുടെ ദ്വഷ്ടസഹസ്രാണാം 16,000 മഹിഷാണം ഭാര്യമാരുടെ ഏകതമം ഒന്നും ശ്രീമദ് സാക്ഷാൽ ശ്രീദേവി അതായത് രുക്മിണി വസിക്കുന്നതായ ഗൃഹത്തെ ദ്വിജഹ ബ്രാഹ്മണൻ വിവേശ പ്രവേശിച്ചു. അവിടെ കൃഷ്ണാന്തകന്മാരുടെ ഗൃഹങ്ങളുണ്ട്, ശ്രീകൃഷ്ണന്റെ 16,000 ഭാര്യമാരുടെ വീടുകളുണ്ട്. അതിന്റെ മധ്യത്തിലാണ് രുക്മിണിയുടെ ശ്രീദേവി പ്രത്യക്ഷമായി വിളയാടുന്ന ഗൃഹത്തിൽ കുചേലൻ പ്രവേശിച്ചു. അപ്പൊ കൃഷ്ണൻ ഉണ്ടായിരുന്ന ഗൃഹത്തിൽ തന്നെ ആ കുചേലനെ എത്താൻ സാധിച്ചു. ഗൃഹത്തെ ദ്വിജ ബ്രാഹ്മണൻ വിവേശ പ്രവേശിച്ചു. ബ്രഹ്മാനന്ദത്തെ ഗതഹായത പ്രാപിച്ചവനെ പോലെ ബഭൂവ ഭവിച്ചു. അപ്പൊ കുചേലൻ പ്രവേശിച്ചത് യഥാർത്ഥത്തിൽ രുക്മിണിയുടെ ഭവനത്തിൽ തന്നെയാണ്. ലക്ഷ്മീദേവി വസിക്കുന്ന ഭവനത്തിൽ കൃഷ്ണനോടൊത്ത് അവിടെ രുക്മിണി ദേവിയും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ അവിടെ തന്നെയാണ് ആദ്യം ചെന്ന് വിട്ടത്. രുക്മിണി ദേവിയുടെ ഗൃഹത്തിൽ തന്നെയാണ് എത്തിയത്. ഗൃഹം ദഷ്ടസഹസ്രാണാം മഹിഷീണാം ഹരേർദ്വിജ വിവേശേകതമം ശ്രീമദ് ബ്രഹ്മാനന്ദം ഗതോ യഥാ. ശ്ലോകം 18. തം വിലോക്യാച്യുതോ ദൂരാത് പ്രിയാ പര്യങ്കമാസ്ഥിതഃ സഹസോത്ഥായ ചാഭേത്യ ദോർഭ്യാം പരിഗ്രഹീൻ മുദാ. തം വിലോക്യ അച്യുതഃ ദൂരാത് പ്രിയാ പര്യങ്കമാസ്ഥിതഃ. പ്രിയയുടെ ശയനത്തെ അധിവസിച്ചിരുന്ന, അതായത് പ്രിയയായ രുക്മിണിയോടുകൂടി കട്ടിലിൽ ഇരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ, കൃഷ്ണൻ ദൂരെ എന്ന് തന്നെ തം അവനെ വിലോക്യ കണ്ടിട്ട്. അപ്പോൾ രുക്മിണിയുടെ ഗൃഹത്തിൽ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു, രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് ആരെ കണ്ടത്? കുചേലനെ കണ്ടത്. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? സഹസാ ഉദ്ധായ പെട്ടെന്ന് എഴുന്നേറ്റു, ചാടി എണീട്ട് അഭേത്യ എതിരേക്കാൻ വേണ്ടി ഓടിപ്പോയി. ദ്വാർഭ്യാം കൈകൾ കൊണ്ട് മുതാ സന്തോഷത്തോടുകൂടി പരിഗ്രഹീതു കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചു. ഭഗവാൻ ദൂരെ വച്ച് കുചേലനെ കണ്ടതും ഓടിച്ചെന്ന് രുക്മിണിയുടെ ഗൃഹത്തില് കട്ടിലിരിക്കുകയായിരുന്നു. കുചേലനെ കണ്ടതും ഭഗവാൻ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് തന്റെ പണ്ട് എത്രയോ കാലമായി കണ്ട ആ സതീർത്ഥ്യന്റെ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോ ഭഗവാൻ കൃഷ്ണനെ ശരിക്ക് ഭക്തിയുള്ളവർക്ക് കൃഷ്ണന്റെ ദർശനം പെട്ടെന്ന് കിട്ടുക എന്നാണ്. ദ്വാരകയിൽ ഇത്രയും ഗൃഹങ്ങളുണ്ട്. അപ്പൊ കുചേലൻ അറിഞ്ഞുകൂടാ കൃഷ്ണൻ എവിടെ ഉണ്ടെന്ന്. പക്ഷെ ആ കൃഷ്ണ ഉള്ള ഗൃഹത്ത് തന്നെ എത്താൻ സാധിച്ചു. അതാണ് ഭക്തിയുടെ മഹത്വം. ആ ഭക്തി ഉള്ളതുകൊണ്ട് കുചേലന് പ്രയാസപ്പെടേണ്ടിയൊന്നും വന്നില്ല കൃഷ്ണനെ കാണാൻ. കുചേലൻ ചെന്ന് കയറിയ ആ ഗൃഹത്തിൽ തന്നെ കൃഷ്ണനും ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവത് ദർശനം ഭഗവത് ഭക്തന്മാർക്ക് എളുപ്പം സാധിക്കും. തമ്പിലോക്യാച്യുതോ ദൂരാത് പ്രിയാ പര്യങ്കമാസ്ഥിതഃ സഹസോദ്ധായ ചാഭേദ്യ ദ്വാർഭ്യാം പരിഗ്രഹീൻ മുദാം. ശ്ലോകം 19. സഖ്യപ്രിയസ്യാഭിപ്രക്ഷേർ അംഗസംഗ അതി നിർവൃതഃ പ്രീതോ വ്യമുഞ്ചത് അബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണഃ. സഖ്യുഃ പ്രിയസ്യ വിപ്രക്ഷേഃ അംഗസംഗ അതിനിർവൃതഃ പ്രീതഃ വ്യമുഞ്ചത് അബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണഃ. സഖ്യുഃ സുഹൃത്തായും പ്രിയസ്യ പ്രേമാസ്പദവുമായിരിക്കുന്ന വിപ്രക്ഷേ ബ്രാഹ്മണ ഋഷിയുടെ അംഗസംഗ അതിനിർവൃത അംഗസംഗത്താൽ ഏറ്റവും ആനന്ദത്തോടു കൂടിയവനും, അതായത് ചെറുപ്പം മുതലേ തന്നെ ഒരുമിച്ച് നടന്ന ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഒരുമിച്ച് നടന്ന
പരമപ്രേമത്തോടു കൂടിയവനായ ബ്രാഹ്മണ ഋഷിയുടെ ശരീരത്തോട് തന്റെ ശരീരം ചേർന്നപ്പോൾ ആനന്ദമൂർത്തിയായ ഭഗവാൻ പരമസുഖം അനുഭവിച്ചു എന്നാണ്. അപ്പോ ആ ആലിംഗനത്താൽ ഏറ്റവും ആനന്ദത്തോടുകൂടി പ്രീതഹ പരമസന്തുഷ്ടനായ പുഷ്കരേഷണ ആ താമരക്കണ്ണൻ നേത്രാഭ്യാം 2 കണ്ണിൽ കൂടി അബിന്ദു വെള്ളത്തുള്ളികളെ വ്യമുഞ്ചത് മോചിപ്പിച്ചു. ഭഗവാന്റെ കണ്ണിൽ കൂടി കണ്ണുനീര് ഒഴുകിയെന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? സന്താപം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്തുകൊണ്ടെന്നറിയില്ല. ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ചെന്താമര കണ്ണൻ കരഞ്ഞിട്ടുണ്ടോ? ഈ ഒരു അവസരത്തിൽ മാത്രമേ ഭഗവാന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ, അതെന്താണ്? ആനന്ദത്തുള്ളികളാണോ? കുചേലന്റെ കഷ്ടം കണ്ടുള്ള സന്താപം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്താണെന്ന് അറിഞ്ഞൂടാ. ചെന്താമര കണ്ണൻ കരഞ്ഞു എന്നാണ് പറയുന്നത്. സഖ്യു പ്രിയസ്യ വിപ്രഷേർ അംഗസംഗാതി നിർവൃത പ്രീതോപ്യമുഞ്ചൻ അബിന്ദു നേത്രാഭ്യാം പുഷ്കരേഷനാം. അപ്പൊ ഭഗവാന്റെ ആ ഭക്തവാത്സല്യമാണ് കാണിക്കുന്നത്. സാധാരണ ചിലവരാണെങ്കിലോ ഇത്രയും ദരിദ്രനായ ഒരാൾ വലിയ നിലയിലെത്തുമ്പോൾ ദരിദ്രനായ കൂട്ടുകാരനെ കണ്ടാൽ ഈ കാലം അങ്ങനെയാണ്, അറിയൂല, കണ്ടാലും കണ്ടില്ലാത്ത മട്ടിൽ പോകും. ഇവിടെ അങ്ങനെയല്ല. മെലിഞ്ഞ് ക്ഷീണിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഈ കുചേലനെ കണ്ടതും പട്ടുവസ്ത്രം ധരിച്ച കൃഷ്ണൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആ ഭഗവാന്റെ ആ പരമ പ്രേമം, ആ വാത്സല്യം, ഭക്തവാത്സല്യം കൊണ്ട് ഭഗവാന്റെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.